The Real FM 103.6. ശ്രദ്ധ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വളർച്ച പ്രയോജനപ്പെടുത്തി പുതിയ ലോകത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആധുനികതയിലേക്ക് ചുവടുവെച്ചു തുടങ്ങുകയാണ് നമ്മുടെ തപാൽ വകുപ്പ്. ഇതിന്റെ ഭാഗമായി കൃത്യമായി മേൽവിലാസം കണ്ടെത്താൻ സഹായിക്കുന്ന ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അഥവാ ഡിജിപിൻ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ. പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രമാക്കിയുള്ള പിൻകോഡ് സംവിധാനത്തെ അപേക്ഷിച്ച് ഏറ്റവും കൃത്യമായി വിലാസം അടയാളപ്പെടുത്താൻ കഴിയുമെന്നതാണ് ഡിജിപിന്നിന്റെ പ്രത്യേകത. 10 അക്കങ്ങളുള്ള ആൽഫ ന്യൂമറിക് ഡിജിപിൻ ഉപഭോക്താക്കൾക്ക് സ്വന്തമായി ഡൗൺലോഡ് ചെയ്യാനും അയച്ചുകൊടുക്കാനും സാധിക്കും. ജനസാന്ദ്രത കൂടിയതും വിദൂരമായതുമായ സ്ഥലങ്ങളിൽ പോലും കൃത്യമായി സേവനമെത്തിക്കാൻ ഡിജിപിൻ സഹായിക്കും. പാഴ്സൽ സേവനമടക്കമുള്ള കൂടുതൽ മേഖലകളിലേക്ക് വിപുലമായി കടക്കാനൊരുങ്ങുന്ന തപാൽ വകുപ്പിന്റെ നിർണായകമായ കാൽവെപ്പാണ് ഡിജിപിൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തപാൽ വകുപ്പിന്റെ ഏറ്റവും പുതിയ ഡിജിപിൻ സംവിധാനത്തെക്കുറിച്ച് ഇന്ന് ശ്രദ്ധയിൽ ആദ്യം സംസാരിക്കുന്നു ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ് കെ. തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള സേവനങ്ങൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലവിധ പരിഷ്കാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ സാങ്കേതിക വിദ്യയുടെ സഹായം ധാരാളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വഴി ഒരു സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയൊരു പരിഷ്കാരമാണ് ഡിജിപിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം പുതിയതായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള പിൻകോഡ് എന്ന് പറയുന്നത് 6 ഡിജിറ്റിലുള്ള ഒരു നമ്പർ സംവിധാനമാണ്. ആ നമ്പർ സംവിധാനം വെച്ചിട്ടാണ് ഇപ്പൊ നിലവിൽ ഓരോ പോസ്റ്റ് ഓഫീസുകളും അറിയപ്പെടുന്നത്. ആ സംവിധാനത്തിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ആ ഒരു 6 ഡിജിറ്റ് പിൻകോഡ് ഒരു വലിയൊരു പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് മുഴുവൻ തന്നെയോ അല്ലെങ്കിൽ ഒന്നിലധികം പഞ്ചായത്തുകളോ വരുന്ന ഒരു മേഖലയാണ് ഈ 6 ഡിജിറ്റ് നിലവിലുള്ള പിൻകോഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു പിൻകോഡിന്റെ ഉള്ളിൽ കിട്ടിയാൽ തന്നെ അതിന്റെ ഉള്ളിലെ ഒരു പ്രത്യേക വിലാസം കണ്ടുപിടിക്കുക എന്നുള്ളത് പലപ്പോഴും ശ്രമകരമായ ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും ആശുപത്രിയുടെ അടുത്ത്, സ്കൂളിന്റെ പുറകുവശത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ ലാൻഡ്മാർക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിലാസങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ആയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഡിജിപിൻ. അപ്പൊ ഡിജിപിൻ എന്ന് പറയുന്നത് ഇന്ത്യയെ ആകെ തന്നെ ഒരു 4x4 മീറ്റർ അളവിലുള്ള ഒരു ഗ്രിഡുകളാക്കി തിരിക്കുകയാണ്. പൂർണ്ണമായും ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് അടിസ്ഥാനമാക്കി ഓരോ ഗ്രിഡിനും ഒരു 10 അക്ക ആൽഫ ന്യൂമറിക് കോഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഡിജിപിൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മളുടെ വിലാസം തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഡിജിപിൻ കൈമാറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിലാസം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, അത്ര പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പൊ അതിനെ കൃത്യമായ ഒരു അഡ്രസ് കണ്ടുപിടിക്കുന്നതിലുപരി നമുക്ക് ഇപ്പൊ ഇ കോമേഴ്സ് സ്ഥാപനങ്ങൾക്കൊക്കെ ഈ സേവനം ഉപയോഗിക്കാം. അതുപോലെ അവശ്യ സേവനങ്ങൾ, ഫയർ, ഹോസ്പിറ്റൽ, ആംബുലൻസ്, അങ്ങനത്തെ അതേപോലെ സർക്കാർ പദ്ധതികളുടെ വിതരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഈ ഡിജിപിൻ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് അതിന്റെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഡിജിപിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളുടെ വിലാസത്തിലെ ഡിജിപിൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ആണ് അടുത്തത് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതിനൊരു പ്രത്യേകമായിട്ടൊരു URL ഉണ്ട്. https://dac.indiapost.gov.in/mydigipin/home എന്ന് പറയുന്ന ഒരു URL പോയി കഴിഞ്ഞാൽ നമ്മളുടെ വിലാസം ആ പിൻ വഴി അതിൽ ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ആ അഡ്രസ്സിലുള്ള ഡിജിപിൻ എന്താണ് എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തിരിച്ച് നമ്മൾക്കൊരു ഡിജിപിൻ ഉണ്ടെങ്കിൽ ആ ഡിജിപിൻ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനും ഈ സൈറ്റ് വഴി നമുക്ക് സാധിക്കും. അപ്പൊ അതാണ് ഈ ഡിജിപിന്റെ ഒരു പ്രത്യേകത. അപ്പൊ മറ്റൊരു സംശയം വരുന്നത് ഇപ്പൊ നമ്മളുടെ വിലാസം മാറുമോ, നിലവിലുള്ള പിൻകോഡ് സംവിധാനം ഇല്ലാതാവുമോ, അപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത ആധാറിൽ മാറ്റങ്ങൾ വരുത്തണോ, പാസ്പോർട്ടിൽ മാറ്റങ്ങൾ വരുത്തണോ, അത്തരം കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അത്തരം കാര്യങ്ങൾക്കൊന്നും ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല. ഇതൊരു പൂർണ്ണമായ വിലാസം മാറ്റലോ അങ്ങനെയൊന്നുമല്ല. നിലവിലുള്ള അഡ്രസ്സിനെ തന്നെ ഒന്ന് പരിഷ്കരിച്ച് കുറച്ചുകൂടി കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഡിജിപിൻ. അപ്പൊ മൊത്തത്തിൽ നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ പരമ്പരാഗതമായ വിലാസത്തെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു ആഡ് ഓൺ സംവിധാനം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണതയിലാക്കാനുള്ള ഒരു ഭാവിയിലേക്കുള്ള ഒരു വിലാസ സംവിധാനമാണ് ഈ ഡിജിപിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉപഭോക്താക്കൾക്കും പോസ്റ്റൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്കും ഒരുപോലെ സൗകര്യപ്രദമാണ് പുതിയ ഡിജിപിൻ സംവിധാനം. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് പോസ്റ്റ്മാൻ ആൻഡ് MTS വിഭാഗം സംസ്ഥാന സെക്രട്ടറി AB ലാൽകുമാർ ശ്രദ്ധയോട്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും തപാൽ വകുപ്പ് അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അത് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്.
നമുക്കറിയാം എല്ലാ ഓഫീസുകൾക്കും പിൻകോഡുകളുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കത്തുകളും മറ്റ് തപാൽ ഉരുപ്പടികളും ഒക്കെ തന്നെ വിതരണം ചെയ്യുന്നത്. ഈ ഡിജി പിൻ സംവിധാനം വരുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തപാൽ സേവനം നൽകാൻ കഴിയുമെന്നാണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ കാണുകയാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പിൻകോഡ് സമ്പ്രദായം തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അല്ലെ ഓരോ ഏരിയയിലും ഇത് ചെല്ലത്തക്ക രീതിയിൽ ഉള്ള ഈ ഡിജി പിൻ സമ്പ്രദായം തീർച്ചയായിട്ടും അത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള തപാൽ ഉരുപ്പടികളുടെ ഡെലിവറിക്ക് വിതരണത്തിനൊക്കെ തന്നെ അത് കൂടുതൽ സഹായകരമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അത് വിശദമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ തപാൽ വിതരണം ചെയ്യുന്ന ജീവനക്കാർക്കും ഒക്കെ തന്നെ ഗുണകരമായി തന്നെയാണ് വിചാരിക്കുന്നത്. ഡ്രോണുകളിൽ പോലും പാഴ്സലുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഇന്നത്തെ കാലത്തിനൊത്ത മാറ്റമാണ് ഡിജി പിൻ കൊണ്ടുവരുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. യൂട്യൂബർ രതീഷ് ആർ മേനോൻ പറയുന്നു. സാധാരണയായിട്ട് നമുക്ക് വീട്ടിലേക്ക് ഒരു കൊറിയർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വ്യക്തി വരാൻ പോകുമ്പോഴൊക്കെ നമ്മൾ അവർ ലൊക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ അതിന്റെ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യുകയാണ് പതിവ്. പക്ഷെ ഇവിടെ നമ്മൾ എപ്പോഴും ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കണമെന്നൊരു ന്യൂനതയുണ്ട്. നമുക്ക് ആ ഒരു ലിങ്ക് ഒരിക്കലും ഓർത്തിരിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ മൊബൈൽ നമ്പർ പോലെ നമുക്ക് ഓർത്തിരിക്കാവുന്ന 10 അക്കം, അതായത് 10 ഡിജിറ്റുകളാണ് ഡിജി പിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിജിറ്റ് നമുക്ക് ഓർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആര് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് മൊബൈൽ നമ്പർ പോലെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ ആ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഡിജി പിൻ എത്രയാണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പൊ അത് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നല്ലൊരു മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ GPS നല്ല ആക്യുറസി ഉള്ള ഒരു GPS ആണെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടിയിട്ട് നമ്മുടെ ആ ഒരു ഡിജി പിൻ നമുക്ക് കൃത്യമായത് കിട്ടൂ. കാരണം ഓരോ സ്ക്വയർ മീറ്ററിലും വ്യത്യസ്തമായിട്ടുള്ള ഡിജി പിൻ ആയിരിക്കും. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നടന്നാൽ പോലും ആ ഒരു സ്ഥലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിജി പിൻ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലൊരു സംവിധാനം മുമ്പ് നമുക്ക് അറിയാം, പല രാജ്യങ്ങളിലുണ്ട്. വാട്ട് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ ഇത് സർക്കാരിന്റെ കീഴിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂണീക്ക് ആയിരിക്കും ഓരോ സ്ഥലത്തിനും. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഓർത്തിരിക്കാം. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഇപ്പൊ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പല സർവീസൊക്കെ തരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലൊക്കേഷൻ, അതായത് വളരെ ഉള്ളേരിയ ഒക്കെ ആണെങ്കിൽ അവിടേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് ഒരു തരിപോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഭാവിയിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഡ്രോൺ ഡെലിവറി ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രോൺ ഡെലിവറി ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഇത്തരത്തിൽ ആ ഒരു ലൊക്കേഷൻ, അതൊരു സ്ക്വയർ മീറ്റർ ആണെങ്കിൽ പോലും ആ ഒരു ഇതിന് കൃത്യതയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഡെലിവറി സാധിക്കും. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കേരളം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലമാണ്, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പലപ്പോഴും പ്രളയമൊക്കെ വന്ന് നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ചിലപ്പോ നമ്മളെ എയർലിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഒരു തരി പോലും വ്യത്യാസപ്പെടാതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഈ ഒരു ഡിജി പിൻ സഹായിക്കും. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നല്ല ഒരു ആക്യുറസി ഉള്ള ഒരു മൊബൈൽ ഉപയോഗിക്കുക, എന്നിട്ട് തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കയറാം. അവിടെ ഡിജി പിൻ നമുക്ക് ക്രിയേറ്റ് തന്നെ ഓട്ടോമാറ്റിക് വന്നോളും. നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കൃത്യമായിട്ട് ആ ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു പിന്ന് കാണിക്കും. അത് ഓർത്തിരുന്നാൽ മതി. അത് വീണ്ടും മാറില്ല. വീണ്ടും നമ്മൾ എടുക്കുമ്പോഴും ആ ഒരു പിൻ തന്നെ ആയിരിക്കുള്ളൂ. വിലാസം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തപാലിൽ അയച്ച കത്തുകൾ മടങ്ങിയ കാലം ഓർത്തെടുക്കുന്നു അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. പിൻകോഡുകൾക്ക് പകരമായി പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് തപാൽ വകുപ്പിന്റെ സേവനം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഉപകരിക്കുമെന്ന് കരുതുന്നു. സാധാരണയായി ഉപയോഗിച്ചു വരുന്ന പിൻകോഡുകൾ ഒരു വലിയ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഡിജി പിൻ വഴി മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയും. ഇതുവഴി കത്തുകളും പാർസലുകളും കൃത്യമായി ലഭിക്കാൻ സഹായിക്കുമെന്നതിനാൽ കൂടുതൽ പേർ തപാൽ വകുപ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപൊക്കെ വിലാസം ശരിയില്ല എന്ന പേരിൽ കത്തുകൾ മടക്കി അയക്കുക പതിവായിരുന്നു. എനിക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോൺ വ്യാപകമല്ലാതിരുന്ന കാലത്ത് ആകാശവാണി തൃശൂർ നിലയത്തിൽ നിന്ന് ഒരു പരിപാടിയുടെ റെക്കോർഡിങ്ങിന് വേണ്ടി കോണ്ടാക്ട് ഫോറം എനിക്ക് അയച്ചത് വിലാസക്കാരൻ ഇല്ല എന്ന പേരിൽ തിരിച്ചയച്ചിരുന്നു. അതുമൂലം ആ പരിപാടി എനിക്ക് നഷ്ടമാവുകയുണ്ടായി. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വൈകി വരുന്നതുകൊണ്ടും വിലാസക്കാരനെ കണ്ടെത്താൻ കഴിയാത്തതിനാലും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ സംവിധാനം വഴി എല്ലാ ഉപഭോക്താക്കൾക്കും കൃത്യമായി തപാൽ സേവനം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്പം വൈകിയാണെങ്കിലും മാറുന്ന കാലത്തിനനുസരിച്ച് മാറാൻ നമ്മുടെ തപാൽ വകുപ്പും ഒരുങ്ങുന്നത് പ്രതീക്ഷയുണർത്തുകയാണ്. പരമ്പരാഗത തപാൽ രീതികൾക്കപ്പുറം വൈവിധ്യമാർന്ന സേവന മേഖലകളിലേക്ക് കടന്നുകയറാനും രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കാനും തപാൽ വകുപ്പിന് അനായാസം സാധിക്കുമെന്നത് ഉറപ്പാണ്.
ഡിജിപിൻ തപാൽ വകുപ്പിന്റെ വരാനിരിക്കുന്ന സുവർണ കാലഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിലെ ഒരു പ്രധാന ചുവടുവയ്പാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.